Reflex Tech വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആംപ്ലിഫയറിന്റെ റിവ്യൂ എന്നല്ല ഒരു ബോർഡ് എങ്ങനെ ഫിറ്റ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പല ചാനലുകളിലും കാണിക്കാറുണ്ട് ഇതേപോലെ ഒരു PCBയും നമ്മുടെ പേരിൽ അടിച്ചു വരുന്ന 2.1 5.1 സബ് വൂഫറിന്റെ ബോർഡ് ഇതെല്ലാം കണ്ടിട്ടുണ്ടാകും. നമ്മളത് വരുന്നത് ഇതേപോലെ ഒരു PCBയിൽ കമ്പോണന്റ് ഫിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ മേടിക്കുന്നത്. അതിനുശേഷം ഇതിനനുസരിച്ചുള്ള ഒരു ഹീറ്റ് സിങ്ക് നമ്മൾ പ്രത്യേകം കട്ട് ചെയ്ത് ഒരേ അളവിൽ നല്ല രീതിയിലുള്ള ഹീറ്റ് സിങ്ക് മേടിച്ചതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യുന്നത് എല്ലാ ആംപ്ലിഫയറിലും. ഈ ആംപ്ലിഫയറിൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം കുറച്ച് നല്ല ഗെയിൻ, നല്ല ഓഡിയോ ക്വാളിറ്റി ഇതൊക്കെ ലഭിക്കും. അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ ഈ ബോർഡുകളെല്ലാം ചെയ്യിപ്പിച്ചെടുക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന ബോർഡ്. ഇതേപോലെയാണ് എല്ലാ ആംപ്ലിഫയറിലും നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഹീറ്റ് സിങ്ങും അതുപോലെ തന്നെ പവർ ട്രിക്കിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ബോർഡ് തന്നെയാണിത്. അസംബ്ലി ചെയ്യിപ്പിച്ചെടുക്കുന്ന ബോർഡ് തന്നെയാണ് ഇത്. നമുക്ക് വന്നിരിക്കുന്നത് ഇതേപോലെയാണ് നമുക്ക് PCB വരുന്നത്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാൻ വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് നമ്മുടെ 5 ചാനലോ അല്ലെങ്കിൽ 2 ചാനലോ 2.1 സബിൻ്റെ ബോർഡ് ഏതായാലും നമുക്ക് ആ ആംപ്ലിഫയർ ബോർഡും അതുപോലെ തന്നെ അതിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് സിങ് വലുതോ ചെറുതായിട്ടുള്ള അതിന് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഹീറ്റ് സിങ് വേണം. പിന്നെ വേണ്ടത് അത് ഫിറ്റ് ചെയ്യാനുള്ള സ്ക്രൂസ് ആണ് വേണ്ടത്. അതുകൂടാതെ ഹീറ്റ് സിങ് കമ്പൗണ്ട് വേണം. ഹീറ്റ് സിങ് കമ്പൗണ്ട് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിസ്റ്ററിൽ നിന്നുള്ള ഹീറ്റ് സിങ്ങിലേക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഉപയോഗിക്കും ഹീറ്റ് സിങ് പാഡ് ഉപയോഗിക്കാറുണ്ട്. ട്രാൻസിസ്റ്ററും അതുപോലെ തന്നെ ഹീറ്റ് സിങ്ങും തമ്മിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ സ്ക്രൂ ഡ്രൈവർ, ഡ്രില്ല് ഇതെല്ലാം നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. ഒരു ഫിറ്റ് ചെയ്യാതിരിക്കുന്ന എല്ലാവരുടെ കയ്യിലും ഒരു സ്ക്രൂ ഡ്രൈവർ എന്തായാലും ഉണ്ടാവും. പിന്നെ സ്ക്രൂസും നമുക്കൊരു സ്ക്രൂ പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് കിട്ടും. സെപ്പറേറ്റ് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ മേടിക്കാൻ സാധിക്കും. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇതുപോലെയാണ് നമുക്ക് ബോർഡ് അസംബിൾ ചെയ്ത് തരുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന NJW0281 അതുപോലെ തന്നെ NJW0302 ഇതാണ് നമ്മൾ തോഷിബ 52001943ക്ക് പകരമായിട്ട് വെക്കുന്നത്. കാരണം തോഷിബ കൂടുതൽ ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വന്നുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒറിജിനൽ കിട്ടിയാലും നമ്മൾ തോഷിബ ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെയാണ് PCB എനിക്ക് വരുന്നത്. ഹീറ്റ് സിങ് നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇത് നോക്കിയാൽ അറിയാം നല്ല രീതിയിലുള്ള ഹെവി ആയിട്ടുള്ളൊരു ഹീറ്റ് സിങ്ങാണ് ഞാൻ മേടിക്കുന്നത്. അതിൽ കറക്റ്റ് ഇതേപോലെ ഇതിൻ്റെ സൈസൊക്കെ നോക്കി കറക്റ്റ് ഭംഗിയിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് സിങ് ഇതിന് വേണ്ടിയിട്ട് ഈ അളവിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഓരോ ട്രാൻസിസ്റ്ററിൻ്റെ ഹോൾ ഇവിടെ മാർക്ക് ചെയ്യുക. ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ ഹോളെല്ലാം മാർക്ക് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കുക. ഇപ്പോൾ എല്ലാ ട്രാൻസിസ്റ്ററിൻ്റെയും ഹോള് മാർക്ക് ചെയ്ത് പിന്നെ അതിന് ശേഷം നമ്മൾ PCB ഇതിനകത്ത് കണക്ട് ചെയ്യാനുള്ള ഹോളും ഇതേപോലെ കറക്റ്റ് അടിക്കുക. ഇതിനകത്ത് ടോട്ടൽ ഇപ്പോൾ 4 ഹോളുണ്ട്. നമ്മൾ 2 ഇപ്പോൾ ഹോൾ തുളയ്ക്കുന്നത്. ക്യാബിനിലേക്ക് ഫിറ്റ് ചെയ്യാൻ ഈ രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയായിട്ടും ഫിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എവിടെ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെയാണ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഹോൾ അടിച്ചാൽ മതി. കുറച്ച് വലിയ ഹോൾ അടിക്കണമെന്ന് മാത്രം. അതല്ല നമ്മൾ നേർത്തിയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഹോളടിച്ച് ഇതേപോലെ തന്നെ പൊക്കി വെക്കാവുന്നതാണ്. ഇനി നമുക്കിത് എല്ലാ ട്രാൻസിസ്റ്ററിനും ഹോൾ ചെയ്ത ഭാഗത്ത് പഞ്ച് വെച്ച് ഒന്ന് അടിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഡ്രിൽ ചെയ്യാൻ വേണ്ടി കറക്റ്റ് ഒരു അലൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം പഞ്ച് വെച്ച് ഇതുപോലെ തന്നെ എല്ലാവരും ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ബോർഡ് മുറിക്കാനുള്ളതും ട്രാൻസിസ്റ്റർ മുറിക്കാനുള്ളതും. ഇനി നമുക്കിതൊന്ന് ഹോൾ ചെയ്ത് നോക്കാം ഡ്രിൽ വെച്ച്. ഇതിപ്പോൾ നമ്മൾ തുളച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ പ്രശ്നം എന്ന് വെച്ചാൽ ചെറിയൊരു പിസർ പോലെ ഇവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വലിയ ബിറ്റ് ഇട്ടതിന് ശേഷം ഇതേപോലെ വലിയ ബിറ്റ് ഇട്ടതിന് ശേഷം ഇതിനകത്ത് ഒന്ന് ഡ്രിൽ ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ പിസറുകളെല്ലാം ക്ലിയർ ആയിട്ട് പോകും. സ്ക്രൂ ചെയ്താലും ഇതിൻ്റെ ഹീറ്റ് സിങ് പാഡ് വയ്ക്കുമ്പോൾ ഇതുമ്പോൾ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതുമ്പോൾ നല്ല മിനുസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹീറ്റ് സിങ് പാഡ് വെച്ച് നമ്മൾ മുറിക്കാലും ഇതിൻ്റെ ചെറിയ ചെറിയ പിസറുകൾ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയാണ്. അതായത് ട്രാൻസിസ്റ്ററും ഹീറ്റ് സിങ്ങും തമ്മിൽ ടച്ച് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഹീറ്റ് സിങ് കോമ്പൗണ്ടാണ് ഇടേണ്ടത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹീറ്റ് സിങ്ങിലേക്ക് കൂടുതൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്റ് സിങ് കോമ്പൗണ്ട് ഇടുന്നത്. നമ്മൾ ഈ ഹീറ്റ് സിങ്ങുമേയും ഹീറ്റ് സിങ് കോമ്പൗണ്ട് ഇടണം. അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററിൻ്റെ പുറകുവശത്തും ഹീറ്റ് സിങ് കോമ്പൗണ്ട് ഇടണം. ഇപ്പോൾ ഹീറ്റ് സിങ്ങിൽ നമ്മൾ ഹീറ്റ് സിങ് കമ്പൗണ്ട് ഇട്ട് കഴിഞ്ഞു. ഇനി ട്രാൻസിസ്റ്ററിൻ്റെ പുറകിലാണ്. നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ പുറകിലും ഹീറ്റ് സിങ് കമ്പൗണ്ട് ഇട്ട് കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. കുറച്ച് കട്ടിയിലാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ ബോർഡുകളൊക്കെ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തൊടിയിക്കുള്ളൂ.
അപ്പോൾ അത് നല്ല രീതിയിലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഹീറ്റിംഗ് പാഡാണ് അടുത്തത് വെക്കേണ്ടത്. അത് കറക്റ്റ് ഹോള് നോക്കിയതിന് ശേഷം ഇതുപോലെ വയ്ക്കാം. നമ്മൾ ഇതിനകത്ത് ഹീറ്റിംഗ് പാഡും നല്ല രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി സ്ക്രൂ ചെയ്യാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന സ്ക്രൂ ഇതാണ്. ചെറിയ രീതിയിലുള്ള ഒരു ഇതിനനുസരിച്ചുള്ള ബിറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ കറക്റ്റ് കയറാവുന്ന രീതിയിലുള്ള സ്ക്രൂ ആണ് ബ്ലാക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓരോന്നായിട്ട് നമുക്ക് ഇതിനകത്ത് ഇടാം. ഇപ്പോൾ നമ്മൾ സ്ക്രൂകളെല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ചെറുതായിട്ടുള്ള രീതിയിലാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്കിവിടെ വേറെ മുകളിൽ സ്ക്രൂ ഇടാനുണ്ട്. അതുകൊണ്ടാണ് PCB നന്നായിട്ട് മുറുക്കിയതിന് ശേഷം നമുക്ക് ട്രാൻസിസ്റ്റർ കറക്റ്റ് ടൈറ്റിൽ മുറുക്കാം. ഇപ്പോൾ നമ്മൾ PCB നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്തു. ഇനി ട്രാൻസിസ്റ്ററുകൾ ഓരോന്നായിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ട്രാൻസിസ്റ്റർ എല്ലാം നല്ല ടൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ PCB നല്ല ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഈ ഹീറ്റ്സിങ്ങും അതുപോലെ തന്നെ ട്രാൻസിസ്റ്ററായിട്ട് ഷോർട്ടിംഗ് ഉണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൾട്ടിമീറ്ററിൽ ബീപ്പ് നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ആ മോഡിൽ ആക്കുക. നിങ്ങൾ നോക്കിയാലറിയാം. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ട്രാൻസിസ്റ്ററുകൾ വല്ലതും ഷോർട്ട് ഉണ്ടോ എന്ന്. ട്രാൻസിസ്റ്ററുകളൊന്നും ഷോർട്ടില്ല. അതായത് നല്ല രീതിയിലും നമ്മൾ ഈ ഹീറ്റ് സിങ്ക് അമൗണ്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റ് സിങ്ക് പാഡ് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ സ്ക്രൂ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു PCB ഹീറ്റ് സിങ്ങിൽ നമ്മളിവിടെ ഫിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ആംപ്ലിഫയറിന് വേണ്ടി നമ്മളെ സ്റ്റൈലിൽ ഫിറ്റ് ചെയ്യുന്നത്. പലരും പല രീതിയിലാണ് ഫിറ്റ് ചെയ്യുന്നത്. ചിലർ കുറച്ചും കൂടി നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യണവരുണ്ടാവായിരിക്കാം. ഞാൻ എൻ്റെ രീതിയിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഫിറ്റ് ചെയ്യണ വീഡിയോ കണ്ടിരിക്കുക. അതായത് ഇത് വേറെ ബോർഡാണ്. ഇത് നമ്മൾ ഇതേപോലെ ഫിറ്റ് ചെയ്യണതും സ്ക്രൂ ചെയ്യണത് എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങളിപ്പോൾ കണ്ടിരിക്കും. ഇതാണ് നമ്മൾ ഈ ബോർഡിൽ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ബോർഡാണ്. ഹീറ്റ് സിങ്ങിൽ ഫിറ്റ് ചെയ്തതിന് ശേഷമുള്ള ബോർഡാണ് ഈ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് വീഡിയോ കാണിച്ചെന്ന് മാത്രമുള്ള പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്ന്. ഇത് നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യണവരുണ്ടാവും. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാവുന്നവരുണ്ടാവും. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ആണ് ഒരു വീഡിയോ ഇട്ടതെന്ന് മാത്രം. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസിലുള്ള. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലും നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.